യഥാർത്ഥത്തിൽ ഈ BJP അല്ലെ സംഘപരിവാർ രാഷ്ട്രീയം ഇന്ത്യയിൽ വലിയൊരു തിരിച്ചുവരവ് നടത്തുന്നത്, അല്ലെങ്കിൽ തിരിച്ചുവരവ് എന്നല്ല പറയേണ്ടത്, വലിയൊരു കുതിച്ചുചാട്ടം നടത്തുന്നത് ഈ സംഗതി വഴിയാണ്. ഇതാണോ സംഗതി? ഇതാണ് സംഗതി. രാമായണം സീരിയലിന് ശേഷമാണ് രാമന്റെ രഥയാത്ര, രാമന്റെ വേണ്ടി രഥയാത്ര അദ്വാനി സംഘടിപ്പിക്കും. ഇതെല്ലാം ഒരു സീരീസ് ആയിട്ടാണ്. അന്ന് ഞായറാഴ്ചകളിൽ കറണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിൽ ജനങ്ങൾ തീയിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരനെ പിടിച്ച് പോസ്റ്റിൽ കെട്ടിയിട്ട് തല്ലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് കറണ്ട് പോയതാണ്. പിന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെ കുറിച്ചുള്ള ഓപ്ഷനായി പലതായി, എന്തെല്ലാം. പിന്നെ പത്രങ്ങളിൽ അതിന്റെ തിരക്കഥ എല്ലാ ഞായറാഴ്ചയും. പിന്നെ അത് കഴിഞ്ഞ് മഹാഭാരതം വരുന്നു. മൊത്തത്തിലേക്ക് ഒരു പൗരാണിക ലോകത്തിലേക്ക് ഈ ജനങ്ങളെല്ലാം ഇങ്ങനെ മാനസികമായി തിരിച്ചു നടക്കുകയാണ്. ഈ പൗരാണികത, ഈ പാസ്റ്റിന്റെ ഗ്ലോറിഫിക്കേഷൻ, മേക്ക് ഇന്ത്യ ഗ്രേറ്റ് എന്നോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വളരെ ശാദ്വലമായിട്ടുള്ള ഒരു ഭൂതകാലത്തേക്ക് നമുക്ക് സഞ്ചരിക്കാമെന്നുള്ള അവസ്ഥ. ഒരു ജനത മുഴുവൻ അവരുടെ ചിന്താശേഷി നഷ്ടപ്പെട്ടിട്ട് ഈ ടെലിവിഷൻ സെറ്റുകളിലേക്ക് ഗ്ലൂഡായി പോവുകയാണ്. അങ്ങനെയാണ് രാമൻ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇമ്പോർട്ടൻ്റേ ആയിരുന്നില്ല. ഹിന്ദുക്കളുടെ ദൈവങ്ങളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ശിവനാണ്. അത് കഴിഞ്ഞ് വരുന്ന ദൈവങ്ങൾ നോക്കുകയാണെങ്കിൽ ഗണപതിയും ശ്രീകൃഷ്ണനും ഹനുമാനും കഴിഞ്ഞ് വരുന്ന ദൈവമാണ് രാമൻ. കേരളത്തിലൊക്കെ രാമക്ഷേത്രങ്ങൾ തന്നെ കുറവാണ്. പക്ഷെ ഇന്ത്യ മൊത്തത്തിൽ രാമനെ ഇത്ര വലിയൊരു ദൈവമാക്കുകയും ഒരു തെരഞ്ഞെടുപ്പ് ഉപാധിയാക്കുകയും ചെയ്തത് രാമായണം എന്ന് പറയുന്ന സീരിയലാണ്. അതിനുശേഷം വരുന്ന മഹാഭാരതം, അതിൽ ശ്രീകൃഷ്ണനാണ്. സാധാരണ മഹാഭാരതം അല്ല നമ്മൾ കാണുന്ന ആ സീരിയൽ. അത് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ കീഴിൽ എല്ലാവരും നിൽക്കുന്ന മഹാഭാരതമാണ് നമ്മൾ കാണുന്നത്. ഒരു ഗീതയിലെ ശ്രീകൃഷ്ണനാണ് ശരിക്കും ആ സീരിയൽ നമ്മൾ കണ്ടത്. ഈ രണ്ട് സാധനമായപ്പോഴത്തേക്ക് ജനമനസ്സുകൾ പരുവപ്പെട്ടു. അവരാണ് പോയി വോട്ട് ചെയ്യുന്നത്. അന്നത്തെ രഥയാത്ര, ആ രഥയാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആകെ ഇളക്കി മറിച്ച ഒരു ചൈന ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു ചന്തയിലേക്ക് ഒരു കാളക്കൂറ്റൻ പാഞ്ഞു കയറി എല്ലാം ഇടിച്ചു മറിച്ചിട്ട് കഴിഞ്ഞ് വൈകിട്ട് കണക്കെടുക്കുമല്ലോ, ആ രീതിയിലൊരു കണക്കെടുപ്പായിരുന്നു ഈ ഒരു രഥയാത്രയ്ക്ക് ശേഷം 2 തവണയായിട്ട്. ആദ്യം അവരവിടെ പോകുന്നു, 1.5 ലക്ഷം പേരെ അറസ്റ്റ് ചെയ്യുന്നു, മുലായം സിംഗ് യാദവ്. അതിനുശേഷം 92 ഡിസംബറിൽ വീണ്ടും പോകുന്നു, ഈ പള്ളി തകർക്കുന്നു. അന്ന് കല്യാൺ സിംഗ് ആണ് UP-യുടെ മുഖ്യമന്ത്രി. കല്യാൺ സിംഗ് നീക്കം ചെയ്യുന്നു, കുറെ പാർട്ടികളെ ബാൻ ചെയ്യുന്നു. പക്ഷെ അതിന് തൊട്ടടുത്ത ഇലക്ഷനിൽ BJPക്ക് വീണ്ടും സീറ്റ് കൂടുകയാണ്. 96 അവരുടെ മന്ത്രിസഭ വരികയാണ്, 13 ദിവസം നിൽക്കുന്ന മന്ത്രിസഭ. വാജ്പേയി 98 വാജ്പേയി വീണ്ടും വരുന്നു, അത് 2 വർഷത്തോളം നിൽക്കുന്നു. പിന്നെ 3ാമതും വാജ്പേയി വരുന്നു 2004 വരെ. 2004 ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യമായിട്ടാണ് വാജ്പേയി പോകുന്നത്. അത് സംഭവം അപ്രതീക്ഷിത പരാജയം എന്നാണ് ഇപ്പോഴും എല്ലായിടത്തും എഴുതിയിരിക്കുന്നത്. എങ്ങനെ പരാജയപ്പെട്ടു എന്ന് അറിയില്ല. പക്ഷെ പരാജയപ്പെട്ടപ്പോൾ നല്ലൊരു പരാജയമായിരുന്നു. ആ തെരഞ്ഞെടുപ്പും അതിന്റെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പും പരാജയപ്പെട്ടു. 2004 മുതൽ 2014 വരെ BJP അധികാരത്തിന് പുറത്തായി. 2014 അവര് അടുത്ത ഗിയർ ഇട്ട്. ആ ഗിയർ എന്ന് പറയുന്നത് ഇസ് കം ഫ്രം ഗുജറാത്ത്. സംഭവങ്ങൾ നോക്കാം. പശു, രഥയാത്ര, ഗുജറാത്ത്, രാമജന്മഭൂമി, ബാബറി മസ്ജിദ്. ഈ സംഭവങ്ങൾ, ഓരോരോ സംഭവങ്ങൾ വെച്ച് നോക്കണേ, ഇതാണ് ശരിക്കും ഇന്ത്യൻ രാഷ്ട്രീയം മോൾഡ് ചെയ്ത് ഈ പാർട്ടി ഇവിടം വരെ എത്തി.